70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ സാന്നിധ്യത്തോടുകൂടെ അവതരിക്കപ്പെട്ട വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. എന്തെങ്കിലും ദുരിതങ്ങളിൽ അകപ്പെടുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു ആഗ്രഹം പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മുടെ മക്കളുടെയോ കുടുംബത്തിലുള്ള ആരുടെയൊക്കെ രോഗങ്ങൾ മാറണം, പെട്ടെന്നൊരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഭൗതികവും പാരത്രികവുമായ ഏതേതു കാര്യങ്ങളിൽ നമുക്ക് വലിയ രക്ഷയും സമാധാനവും ലഭിക്കണം, ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാതിരാത്രിയിൽ വുളൂഓടുകൂടെ 170 തവണ ഖിബ്ലക്ക് മുന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടും. 170 തവണ അവനിത് പാരായണം ചെയ്യുമ്പോൾ അവൻ്റെ ഖൽബിൽ ഒരു തരം അവൻ അറിവില്ലാത്ത രൂപത്തിൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു മാറ്റമുണ്ടാകുകയും ആ ഒരു അവസ്ഥയിൽ വെച്ച് അവൻ ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും അത് ചോദിച്ച ഉടനെ തന്നെ അത് ഖള അങ്ങനെയാണെങ്കിൽ അത് നൽകപ്പെടുകയും ചെയ്യുന്ന പവിത്രമേറിയ ഒരു അമലാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടാൻ, ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാവുന്ന ഒരു അമല് കൂടെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചു. 50 പേരുടെയും 30 പേരുടെയും 20 പേരുടെയൊക്കെ നോമ്പ് തുറ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും പല വിഷയങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരൊക്കെയുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളിൽ നിന്നും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി തരുണത്തിൽ ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് 50 പേരുടെയോ 20 പേരുടെയോ 30 പേരുടെയോ നിങ്ങൾക്ക് നൽകുന്ന അത്രയും ആളുകളുടെ നോമ്പുതുറ ഏറ്റെടുത്താൽ വലിയ ഉപകാരമാകും. ഇനിയൊരു റമളാനിൽ നമ്മൾ ഉണ്ടാകുമെന്നറിയില്ല. ഉള്ളത് ഉപയോഗപ്പെടുത്തുക. ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിച്ചപ്പോൾ കൂടെ 70,000 മലക്കുകൾ ഉണ്ടായിരുന്നു. ഈ ആയത്തിൻ്റെ മഹത്വവും ആദരവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ഈ ആയത്ത് അവതീർണമായിട്ടുള്ളത്. ഇതൊരു നിധിയാണ്. ഇതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ഓതുന്നത് കൊണ്ടോ നമ്മളെപ്പോഴും നമുക്ക് കാണാതറിയുന്നത് കൊണ്ടോ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ അതിൻ്റെ വില മനസ്സിലാക്കാതെ പോകരുത്. നമ്മുടെ സുരക്ഷിതത്വത്തിനും നമ്മുടെ പ്രതിരോധത്തിനും മറ്റു ഏതു വിഷയങ്ങൾക്കും, നമ്മുടെ സ്വയം സുരക്ഷയ്ക്ക്, മറ്റുള്ളവരുടെ അക്രമങ്ങളെ തൊട്ട് പ്രതിരോധിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതുകൊണ്ടുള്ള പ്രയോഗങ്ങൾ വളരെ പവർഫുള്ളാണ്, വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുമെന്നുള്ളതാണ്. ഇത് വളരെ പവർഫുള്ളാണ് എന്ന് പറയാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഏതെല്ലാം വിഷയങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. നമ്മുടെ സ്വയം പ്രതിരോധത്തിന്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഇത് അത്രമേൽ പവർഫുള്ളാണ്, ഫലം ചെയ്യുന്നതാണ്. പകലിൻ്റെ തുടക്കത്തിൽ ഒരു ഹദീസിൽ കാണാം, പകലിൻ്റെ തുടക്കത്തിൽ ആരെങ്കിലും ഈ ആയത്ത് ഓതിയാൽ അവന് അന്നത്തെ ദിവസം ഏതെല്ലാം വിഷയങ്ങളിൽ ഇടപെടുന്നോ, ആരൊക്കെയെ സമീപിക്കുന്നോ അതിലൊക്കെ അവന് വിജയം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംസാരിക്കുന്നത് ആയത്തുൽ കുർസിയിനെ കുറിച്ചാണ്. 170 അക്ഷരങ്ങളാണ് ആയത്തുൽ കുർസിയിലുള്ളത്. 50 കലിമത്തുകളും 7 അർദ്ധവിരാമങ്ങളും ഉണ്ട് ആയത്തുൽ കുർസിയിൽ. അക്ഷരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത് 170 ആണല്ലോ. ഈ 170 തവണ ഇത് ഓതിയിട്ട് നമ്മൾ ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ ആ സമീപിക്കുന്നയാളിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായും ലഭിക്കും. അതിന് ഈ ഒരു അമല് കാരണമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു അമല് കൂടെയാണിത്. ഏതെങ്കിലും ദുരിതങ്ങളിൽ അകപ്പെട്ടാൽ, എന്തെങ്കിലും പ്രയാസങ്ങളിൽ അകപ്പെട്ടു, ഹോസ്പിറ്റലിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് കാലിനൊക്കെ നീര് വന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് കിഡ്നിയുമായി ബന്ധപ്പെട്ട വലിയ രോഗത്തിനുള്ള സാധ്യതയുണ്ട്, നാളെ ഒരു ചെക്കിംഗ് ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? നമ്മൾ പതറിപ്പോവും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂല. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാം.
ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ നമ്മൾ അകപ്പെട്ട ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വളരെ ആത്മാർത്ഥതയോടുകൂടെ വുളുവോടുകൂടെ പാതിരാത്രിയിൽ ഖിബിലക്ക് മുന്നിട്ട് 170 തവണ ഇത് ഓതണം. ഖിബിലക്ക് മുന്നിട്ടിരുന്ന് ഓതണം. അങ്ങനെ 170 തവണ ആത്മാർത്ഥമായി അല്ലാഹ് എന്ന ചിന്തയിൽ റബ്ബിൻ്റെ മുമ്പിലിരുന്നിങ്ങനെ വേറെ ഒരു ചിന്തയുമില്ല, വേറൊരു സംസാരവുമില്ല, ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രമാണ് ഓതുന്നത്. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അതിനിടയിൽ അവനക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു വെളിച്ചം അവൻ്റെ ഹൃദയത്തിലെത്തും, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവനെത്തും. ആ സമയത്ത് അവൻ ദുആ ചെയ്താൽ പാരത്രികവും ഭൗതികവുമായ ഏതു വിഷയങ്ങളുണ്ടോ അതിലൊക്കെ അവനക്ക് പരിഹാരം ചോദിക്കാൻ പറ്റുന്നൊരു സന്ദർഭവും സമയമാണത്. ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ. ആരെ അറിയിക്കണ്ട ചെയ്യുന്നത്, സ്വന്തമായിട്ട് ചെയ്യുക, വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക. തീർച്ചയായും അതിൽ നല്ല ഫലം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ 225 തവണ, ഇത് ഓരോ സംഖ്യയും ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 225 തവണ ഇതേപോലെ പാതിരാത്രിയിലിരുന്ന് ഓതിയിട്ട് ഏതെങ്കിലും ഒരു ശത്രു നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രയാസങ്ങളിൽ അകപ്പെടാൻ പോകുന്നുണ്ടോ, എന്നാൽ ആ ശത്രുവിനെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ശത്രു നമ്മെ ബുദ്ധിമുട്ടാക്കാതിരിക്കാനും അയാളുടെ ആ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാനും, അയാളെ നശിപ്പിക്കാനൊന്നും നമുക്കൊന്നും കരുതാനൊന്നും പാടില്ല. ഉദ്ദേശിക്കുന്നത് ഇതാണ്, അയാളെ അത്തരം പ്രവർത്തനങ്ങൾ നമുക്കെതിരെ പ്രയോഗിക്കപ്പെടാതിരിക്കാൻ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. ആവശ്യപൂർത്തീകരണത്തിന് ആയത്തുൽ കുർസി കൊണ്ടുള്ള മറ്റൊരു അമലാണ് 313 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് ഖൈറിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ, നമുക്ക് ഏതെങ്കിലും വിഷയങ്ങളിലൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ബ്ലോക്കായി കിടക്കുന്ന വിഷയങ്ങളുണ്ടാവും, തടസ്സങ്ങളായിട്ട് കിടക്കുന്നത്. ആ ബ്ലോക്കായി കിടക്കുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷ കിട്ടാൻ അത് കാരണമാകുന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളും ചെയ്യേണ്ടുന്ന ചില അമലുകളുമാണ്. ആയത്തുൽ കുർസി കാണാതറിയാത്തവരായിട്ടുണ്ടാവില്ല, ആരുണ്ടാവില്ല. എല്ലാ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ അതുകൊണ്ട് നല്ല ഫലമുണ്ട്. ഇനി ആയത്തുൽ കുർസി നല്ലൊരു ശുദ്ധമായ പാത്രത്തിൽ അതിൽ പിഞ്ഞാണത്തിൽ കുങ്കുമം കൊണ്ടും പനിനീർ കൊണ്ടും കസ്തൂരി കൊണ്ടും എന്താണോ ഉള്ളത് അതുകൊണ്ടൊക്കെ മായ്ച്ച് ഓരോ കെലിമത്തുകളുടെ എണ്ണങ്ങളോളം ദിവസങ്ങളിൽ ഇതിങ്ങനെ മായ്ച്ച് വെള്ളം കൊണ്ട് കുടിക്കുന്നൊരാമലൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. അത് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ഒരു കാറ്റഗറിയിൽ പെട്ടതല്ലാത്തത് അതുകൊണ്ടാണ് അത് ഇപ്പോൾ മാറ്റിവെച്ചത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്താൽ വലിയ റിസൾട്ട് ലഭിക്കുന്ന എത്രയോ അമലുകളുണ്ട്. ചെയ്തു നോക്കുക, നല്ല ഫലം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അമലുകളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, എന്തെങ്കിലും ഒരു അമല് കേൾക്കുമ്പോഴേക്ക് അത് മാത്രം ചെയ്തത് കൊണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നമ്മൾ ചെയ്യേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിഷയങ്ങളൊക്കെയുണ്ട്. അതിൽ ഏറ്റവും അനിവാര്യമായതാണ് 5 വഖത്ത് ഫർള് നിസ്കാരം. അത് ഒരു കാരണവശാലും ഖളാ ആക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് കൃത്യമായിട്ട് അനുവർത്തിച്ചു പോരേണ്ടതാണ് 5 വഖത്ത് ഫർള് നിസ്കാരം. അതേപോലെ തന്നെ ഒരാളുടെയും ഗീബത്ത് പറയരുത്, ഒരാളുടെയും നമീമത്ത് പറയരുത്. നമ്മുടെ മനസ്സിനുള്ളിൽ, ഹൃദയത്തിനുള്ളിൽ ഒരാളോടും വെറുപ്പുണ്ടാകരുത്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളൊരു ക്വാളിറ്റിയായിട്ട് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും കൂടി ചെയ്തതാണത്. ഒരാളോട് വെറുപ്പില്ലാത്ത ഹൃദയം ഉണ്ടായിരിക്കുക എന്നുള്ളത്. എന്തിനാണ് ആൾക്കാരോട് വെറുപ്പുണ്ടാക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവരോട് വെറുപ്പോടുകൂടെ നമ്മൾ ജീവിക്കുന്നത്? ഈ നിമിഷം വിട പറഞ്ഞാൽ അവനാണ് നമ്മുടെ മേലിലും മയ്യത്ത് നിസ്കരിക്കാൻ വരാനുള്ളത്. നമ്മളെ മരണവാർത്ത അറിയുമ്പോൾ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അവനാണ് വരേണ്ടത്. ഒരാളോട് വെറുപ്പുണ്ടാകാൻ പാടില്ല, വെറുപ്പുള്ള ഹൃദയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കൂ. എത്രമേൽ കാർക്കശ്യത്തോടുകൂടെ, എത്രമേൽ പൗരുഷത്തോടുകൂടെ പെരുമാറിയ എത്രയോ അനുചരന്മാരുണ്ടായിരുന്നില്ലേ? സ്വഹാബാക്കളെല്ലാം ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഓരം ചുറ്റിയിരുന്ന എത്രയോ ആളുകൾ. ഹബീബായ തങ്ങൾ ആക്രമിച്ചവരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു? നമ്മുടെ ജീവിതത്തിലേക്കും അതുപോലെയുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആരെയും കുറ്റം പറയരുത്, ആരുടെയും ഗീബത്ത് പറയരുത്. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ പതിവായി പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഹദ്ദാദ് റാത്തിബ്, വിർദുൽ ലത്തീഫ് തുടങ്ങിയ
ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അദ്കാറുകളും ദിക്റുകളൊക്കെ പകർത്തുക. അങ്ങനെയൊക്കെയാകുമ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.